സംസ്കാരം എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ കരുതിയത് നമ്മളെ പഠിപ്പിക്കുന്ന സംസ്കാരം എന്താണ് സിന്ധു നദിയുടെ സംസ്കാരം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചരിത്രത്തിൽ പഠിച്ച സംസ്കാരങ്ങളൊക്കെ നമ്മുടെ സംസ്കാരം ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് യാത്ര ചെയ്യുമ്പോഴേ നമ്മൾ മനസ്സിലാകുന്നത് ഈ സംസ്കാരം എന്ന് പറഞ്ഞാൽ നിന്നെപ്പോലെ തന്നെ നിന്റെ ഒരു നെയ്ബറിനെ അല്ലെങ്കിൽ നിന്റെ ഒരു സുഹൃത്തിനെ, നിന്റെ ഒരു സഹജീവിയെ നിനക്ക് പരിഗണിക്കാൻ കഴിയുന്ന ഒരവസ്ഥയ്ക്കാണ് ഈ സംസ്കാരമുള്ള സമൂഹം എന്ന് പറയുന്നത്. അതായത് ഞാൻ ചെയ്യുന്നൊരു പ്രവൃത്തി എനിക്ക് തന്നെയും മറ്റുള്ളവരും ദോഷമാകുന്നില്ല എന്ന് ഞാൻ ഉറപ്പുവരുത്തുന്ന ഒരു സ്ഥിതിയിലെത്തുമ്പോഴാണ് ഞാൻ സംസ്കാരമുള്ള ഒരാളാകുന്നത്. ഞാൻ ചെയ്യുന്നൊരു ആക്ടിവിറ്റി, ഇപ്പം ഞാൻ പഴം തിന്നിട്ട് ഒരു തൊലി വലിച്ചെറിയുമ്പോൾ അത് വേറൊരുത്തിന് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് ദോഷമായി മാറുകയാണ് ചെയ്യുന്നത്. അത് ഞാൻ ചെയ്യുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാനൊരു മര്യാദ പാലിക്കുമ്പോൾ, ഞാൻ ഹെഡ്ലൈറ്റ് ഡിം ചെയ്യാതെ ഓടിക്കുമ്പോൾ അത് എതിരെ വരുന്ന ഒരു വാഹനക്കാരന് അസൗകര്യം ഉണ്ടാക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നിടത്താണ് എൻ്റെ സംസ്കാരം ഉണ്ടാകുന്നത്. പിന്നെ ദൈവം എന്ന് പറയുന്നത് വ്യക്തിപരമായ ഒരു ആശയമാണ്. മനസ്സിലായില്ലേ? ഇപ്പം എല്ലാ മനുഷ്യർക്കും കാരണങ്ങൾ വേണം എല്ലാത്തിനും, ഇല്ലേ? ഇതെന്തിന് എനിക്ക് സംഭവിച്ചു എന്നൊരു ചോദ്യം എപ്പോഴും എല്ലാ മനുഷ്യനും നമുക്ക്, അല്ലേ? ഇപ്പം നമുക്കൊരു അപകടം ഉണ്ടാകുമ്പോൾ നമ്മൾ ചോദിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ സുഹൃത്തുക്കളൊക്കെ ചോദിക്കും, അയാൾക്ക് എന്നാലും ഇങ്ങനെ വരാൻ കാര്യം എന്താ, അല്ലേ? ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാലും നമ്മളതിൻ്റെ കാരണം അന്വേഷിക്കും. എതിർവശത്ത് വന്നവൻ്റെ കുഴപ്പമാണോ, അത് നമ്മുടെ തന്നെ കുഴപ്പമാണോ, അത് രണ്ടുപേരുടെ അല്ലാത്ത കുഴപ്പമാണോ? അപ്പോൾ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ മനുഷ്യൻ ശ്രമിക്കുമ്പം കാരണം കാണാത്തതിനെല്ലാം നമ്മൾ ഉത്തരവായിട്ട് കണ്ടെത്തി അത് ദൈവമാണ് അതിൻ്റെ ചുമതലക്കാരെന്ന്. നമുക്ക് ഉത്തരമില്ലാത്തതിൻ്റെ എല്ലാം ഉത്തരവാദി ആയിട്ടൊരാളെ നമ്മൾ പ്രതിഷ്ഠിച്ചു. അതാണ് ദൈവസങ്കല്പം ലോകത്ത്. തീർച്ചയായിട്ടും സർ, ലേബർ ഇന്ത്യ പോലൊരു പ്രസ്ഥാനത്തെ സർ ചുമലിലേറ്റുമ്പോൾ പ്രതിസന്ധികൾ ഒരുപാടുണ്ടാവും. പക്ഷെ അത് മാർക്കറ്റ് ചെയ്ത് വളരെ നന്നായിട്ട് കൊണ്ടുപോയി. അതാണ് പിന്നീട് പിൽക്കാലഘട്ടത്തിൽ സഫാരി പോലൊരു സംവിധാനം തുടങ്ങാനും ഒക്കെ സഹായിച്ചിരുന്നത്. അന്ന് ചെറുപ്പമായിരുന്നു. ഇത്രയേറെ ഒരു പരിചയം, ഇപ്പോൾ കൂടെ നിന്ന് അച്ഛൻ്റെ കൂടെ നിന്നതിൻ്റെ ഒരു പരിചയം ഉണ്ടാവും. പക്ഷേ എങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു തോട്ട്, അത്രയും പ്രോവോക്കിംഗ് ആയിട്ടുള്ളൊരു തോട്ട് വേണ്ടേ, അതെങ്ങനെയാണ് അത്രയും ഫിക്സ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ഇപ്പം ഒന്നാമത്തെ കാര്യം, എനിക്ക് മാധ്യമപ്രവർത്തനം തന്നെയായിരുന്നു എൻ്റെ ഇഷ്ടവിഷയം. ഞാൻ പഠിച്ചതും അതൊക്കെ തന്നെയാണ്. അതിലേക്ക് എത്താൻ വേണ്ടി തന്നെ ഞാൻ ശ്രമിച്ചത്. അപ്പോൾ എൻ്റെ മാധ്യമപ്രവർത്തനം ശരിക്കും ലേബറിൻ്റെ പോലൊരു പ്രോഡക്റ്റൊന്നുമല്ല, ടെലിവിഷൻ തന്നെയായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ലേബറിൻ്റെ എന്ന് പറയുന്നതിൽ ഞാൻ ജനിച്ചു വളർന്നു വന്നൊരു പ്രസ്ഥാനമാണ്. അതിൻ്റെ എല്ലാ ഇൻ ആൻഡ് ഔട്ട്സും എനിക്കറിയാം. എൻ്റെ മാർക്കറ്റിംഗ് ടെക്നിക്കുകൾ, അതെന്താ ചെയ്താൽ മാർക്കറ്റ് ചെയ്യപ്പെടും, എന്ത് ചെയ്താൽ സമയത്ത് മാസിക ഇറക്കാൻ പറ്റും, എന്ത് ചെയ്താൽ പേപ്പറിൻ്റെ ക്രൈസിസിനെ മറികടക്കാൻ പറ്റും, എന്ത് ചെയ്താൽ സമയത്ത് പ്രൊഡക്ഷൻ പൂർത്തിയാക്കാൻ പറ്റും, എന്ത് ചെയ്താൽ അവിടുത്തെ ആളുകളെ തൃപ്തിപ്പെടുത്താൻ പറ്റും, ജീവനക്കാരെയും സഹപ്രവർത്തകരെയും എങ്ങനെ കൂടെ നിർത്താൻ പറ്റും, ഇതൊക്കെ എനിക്കറിയാമായിരുന്നത്. ഈ കൂടെ ഇവരുടെ കൂടെ നിന്ന് എൻ്റെ വിദ്യാഭ്യാസ കാലം മുഴുവൻ ഞാൻ ഇവരോടൊപ്പമായിരുന്നു.